Good morning, students. Welcome to a new session on management accounting. In the last class, we discussed about debt equity ratio. These are the leverage ratio or long-term solvency ratio. Today, we are going to discuss about proprietary ratio. It is also known as equity ratio or net worth ratio. It is the proportion of shareholders' equity to the total assets. And this ratio shows how much funds have been contributed by the shareholders in the total assets of the firm. ഒരു ഫേമിൻ്റെ ടോട്ടൽ അസറ്റ്സിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എത്രത്തോളമാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇക്വിറ്റി റേഷ്യോ. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ share capital, not only equity share capital, it also includes preference share capital. So shareholders or proprietors fund അതുപോലെ തന്നെ ടോട്ടൽ അസറ്റ്സുമായുള്ള റിലേഷൻഷിപ്പ് കാണുന്ന റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ അപ്ലൈയിങ് ആൻ ഇക്വേഷൻ shareholders fund divided by total assets or proprietors fund divided by total assets. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പോർഷനിലായിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രൊപ്പോർഷനിലുള്ള ഒരു ആൻസർ ആയിരിക്കും. ഇതിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനെ എന്ത് ചെയ്യാം, കിട്ടിയിട്ടുള്ള ആൻസറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്രൈറ്ററി റേഷ്യോ ഇൻ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ total assets into 100. Clear? Then what are the components of proprietary ratio? നമുക്കറിയാം രണ്ട് പാർട്ടാണല്ലേ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ്. ദെൻ വാട്ട് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അഥവാ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ മീൻസ് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഈ രണ്ട് ഷെയർ ക്യാപിറ്റലും കൂടി ചേർന്നാണ് ഷെയർ ക്യാപിറ്റൽ. ദെൻ ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ജനറൽ റിസർവ് പോലെയുള്ള എല്ലാ റിസർവ്സും സർപ്ലസും നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലാണ് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്, അതിൽ നിന്നും അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സും കൂടി ചേർന്നാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അഥവാ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിന് ഓണേഴ്സ് ഇക്വിറ്റി എന്നും ഇൻറ്റേർണൽ ഇക്വിറ്റി എന്നും നെറ്റ് വർത്ത് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അഥവാ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഓണേഴ്സ് ഇക്വിറ്റി അഥവാ ഇൻറ്റേർണൽ ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്, ഇങ്ങനെ എല്ലാം ഏത് അറിയപ്പെടുന്നു? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അറിയപ്പെടുന്നുണ്ട്. ഇനി ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓർ കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ്. എല്ലാ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് അസറ്റും കൂടി ചേർന്നാണ് ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഓർ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ടു ടോട്ടൽ അസറ്റ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് റേഷ്യോ ഷോസ് ഹൗ മച്ച് ഫണ്ട്സ് ഹാവ് ബീൻ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി ടോട്ടൽ അസറ്റ്സ് ഓഫ് ദി ഫേം. ഒരു ഫേമിൻ്റെ ടോട്ടൽ അസറ്റ്സിൽ എത്രത്തോളം ഫണ്ട്സ് ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇക്വിറ്റി റേഷ്യോ എന്നും ഈ പ്രൊപ്രൈറ്ററി റേഷ്യോ അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നെറ്റ് വർത്ത് റേഷ്യോ എന്നും. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി റേഷ്യോ അതുപോലെ നെറ്റ് വർത്ത് റേഷ്യോ എന്ന പേരിലൊക്കെ പ്രൊപ്രൈറ്ററി റേഷ്യോ അറിയപ്പെടാറുണ്ട്. ഇനി വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് പ്രൊപ്രൈറ്ററി റേഷ്യോ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഷോസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന എല്ലാം തന്നെ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ പറയുന്ന ലിവറേജ് റേഷ്യോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ക്യാപിറ്റലിലേക്ക് എത്രത്തോളമാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ റേഷ്യോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇനി ഒരു ഹൈ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ടോട്ടൽ അസറ്റ്സിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഹൈ പ്രൊപ്രൈറ്ററി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എ സ്ട്രോങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. ഓക്കെ, അപ്പോൾ ഇത് ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു നല്ലൊരു സെക്യൂരിറ്റിയാണ്. യാതൊരു കാരണവശാലും അവർക്ക് ഈ റീപേയ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒന്നും മുടങ്ങില്ല എന്നുള്ളതിന് ഉറപ്പാണ്. കാരണം എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനിലാണ് കമ്പനി ഇരിക്കുന്നത്. അവിടെ അവരുടെ പ്രൊപ്രൈറ്ററി ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലേ. അതാണ് ഒരു ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ലോ പ്രൊപ്രൈറ്ററി റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ദ കമ്പനി ഈസ് ഓൾറെഡി ഹെവിലി ഡിപ്പെൻഡിങ് ഓൺ ഡെപ്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഷെയർ ക്യാപിറ്റലിനേക്കാളും കൂടുതൽ എന്താണ്, എക്സ്റ്റേണൽ ഡെപ്റ്റാണ് കൂടുതലായിട്ട് വരുന്നതെന്നാണ് ലോ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെപ്റ്റ് കൂടിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണ്, ക്രെഡിറ്റേഴ്സിന് റിസ്ക് ആണ് അല്ലേ. ഇത് ലോങ് റൺ അവർക്ക് ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, കുറവായിട്ട് വരാം. അതുപോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടുക എന്ന് പറയുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ എന്താണ്, ബാങ്ക്രപ്സി പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ലോ റേഷ്യോ വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രോബ്ലമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഐറ്റംസ് തന്നു കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും റിസർവ്സും അതുപോലെ തന്നെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സും ബാക്കിയുള്ള അസറ്റ്സും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇക്വേഷൻ വെച്ചിട്ട്. എന്തായിരുന്നു ഇക്വേഷൻ? പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എങ്ങനെയാണ് കാണുക? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സും കൂടി ചേർന്നാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ടോട്ടൽ അസറ്റ്സ് മീൻസ് കറണ്ട് അസറ്റ്സ് പ്ലസ് നോൺ കറണ്ട് അസറ്റ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ്സ് ടു ടോട്ടൽ ഡെപ്റ്റ്. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ടു ടോട്ടൽ ഡെപ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ടോട്ടൽ ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ്. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ്സ് ടു ടോട്ടൽ ഡെപ്റ്റ്. ഇറ്റ് മെഷേഴ്സ് ദി സോൾവൻസി ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ സോൾവൻസി ഈ റേഷ്യോ മെഷർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റേഷ്യോ സോൾവൻസി റേഷ്യോ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് ഇത് പ്രൊപ്പോർഷനിലാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണാനുള്ള ഇക്വേഷൻ സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സും അതിൽ വരും. അതുപോലെ തന്നെ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോഴോ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ദ ടോട്ടൽ ഓഫ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഇൻക്ലൂഡ് ഓൾ കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ്. ടോട്ടൽ ഡെപ്റ്റ് ഇൻക്ലൂഡ്സ് ഓൾ ലയബിലിറ്റീസ്, ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിങ് ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസും അതുപോലെ തന്നെ ലോങ് ടൈം ലയബിലിറ്റീസും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ സോൾവൻസി പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, വെദർ ദ ബിസിനസ് ഈസ് ഏബിൾ ടു പേ ഓഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഔട്ട് ഓഫ് ഇറ്റ്സ് അസറ്റ്സ്. ഒരു ബിസിനസ്സിന് അതിൻ്റെ അസറ്റ്സിൽ നിന്നും അതിൻ്റെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നാണ് സോൾവൻസിയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോയിലൂടെ കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് സോൾവൻസി റേഷ്യോ? എന്താണ് മെയിൻലി ദിസ് റേഷ്യോ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി സോൾവൻസി, മീൻസ് ബോത്ത് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം സോൾവൻസി ഓഫ് എ ഫേം. അതായത് ഷോർട്ട് ടൈം ലയബിലിറ്റീസും അതുപോലെ തന്നെ ലോങ് ടൈം ലയബിലിറ്റീസും, അതായത് ടോട്ടൽ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള ഒരു ഫേമിൻ്റെ എബിലിറ്റിയെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി സോൾവൻസി റേഷ്യോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ ദി സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി സോൾവൻസി ആൻഡ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ആർ സ്ട്രോങ്. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ടോട്ടൽ ഡെപ്റ്റിനേക്കാളും കൂടിയിരിക്കുമ്പോഴാണ് ഹയർ സോൾവൻസി റേഷ്യോ വരിക. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ടോട്ടൽ അസറ്റ്സ് ടോട്ടൽ ഡെപ്റ്റിനേക്കാളും കുറവാകുമ്പം സോൾവൻസി റേഷ്യോ എങ്ങനെയാവും? അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ഇൻ എ ബെറ്റർ പൊസിഷൻ ടു പേ ഓഫ് ദി
ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ഒരു സെക്യൂർഡ് പൊസിഷനിലല്ല എന്നുള്ളതാണ് ഒരു ലോ സോൾവൻസി റേഷ്യോ കാണിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് റേഷ്യോസും പ്രൊപ്രൈറ്ററി റേഷ്യോയും ടോട്ടൽ അസറ്റ്സ് ടു ടോട്ടൽ ഡെപ്റ്റ് റേഷ്യോ അഥവാ സോൾവൻസി റേഷ്യോ, ഇതെല്ലാം തന്നെ ലിവറേജ് റേഷ്യോയിൽ വരുന്നതാണ്. ലിവറേജ് റേഷ്യോയിൽ സ്ട്രക്ചറൽ റേഷ്യോസ് എന്ന് പറയുന്ന ഒരു ലോങ് ടൈം സോൾവൻസി റേഷ്യോനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ.